വാ പൊളിവപ്പ. സൂക്ഷിച്ചൊഴിക്കും. പൊളിവപ്പ. ഒരു ട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല പണി ഉണ്ടായിരുന്നു. അതിന് ട്യൂബിനിപ്പോ ഒരു തുള്ളി പോലും പുറത്ത് പോകരുത്. വാരികൃഷ്ണൻ വായന കുത്തി കയറ്റിട്ട് ഒഴിച്ചു ഒരു നല്ല ചുട്ട പെടോട്ടാ. നിങ്ങൾ വാ തുറക്കുന്നേ. എല്ലാരും അങ്ങ് മാറിയത്. ഷെർലിയല്ലേ? ആരാടോ ആരാടോ നിങ്ങൾ? ആരാണെന്ന്? അതെ ഞങ്ങളീ അല്ല, ഞങ്ങൾ ഇതിലേ ഇങ്ങനെ പോകുമ്പോ പപ്പയുടെ അല്ല സാറിന്റെ ഫ്രണ്ട്സാ. ഫ്രണ്ട്സോ? എന്താ നിങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരുന്നേ? സാറ് ഫുഡ് കഴിച്ച് ഓവറായപ്പോൾ നോർമൽ ഇത്തിരി ജ്യൂസ്. പപ്പ ജ്യൂസോ? ആ ആപ്പിൾ ജ്യൂസ്. കളർ കണ്ടില്ലേ? ബ്രാൻഡ് ആണെന്ന് വിചാരിച്ചല്ലേ? പറ്റിച്ചേ. ഷേർലി, പപ്പ കുടിച്ചിട്ടുണ്ട്. ഇതാണോ ജ്യൂസ്? ആപ്പിൾ ജ്യൂസ് ആണ്. ഇറങ്ങടോ. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇറങ്ങുന്നോ അതോ പോലീസിനെ വിളിക്കണോ? കാര്യം പറയട്ടെ, ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാ. വാടകയ്ക്കോ? ഇവിടെയോ? ആ, ഇവിടെ മുകളിൽ 1000 രൂപ ഞങ്ങൾ ഓരോരുത്തരും വാടക കൊടുക്കുന്നുണ്ട്. സാർ ഇവിടെ ഒറ്റയ്ക്കാ, മക്കളൊക്കെ ബാംഗ്ലൂരാന്ന് പറഞ്ഞപ്പോ കഷ്ടം തോന്നി. വയസ്സായ ആളല്ലേ, ഒരു കമ്പനിക്ക് ഞങ്ങളും കൂടെ ഒപ്പം താമസിച്ചു. ശരി, വാടകയ്ക്ക് താമസിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തത്? ബോധമില്ലാത്ത ഒരാളെ പിന്നെ കുടിപ്പിച്ച് കൊല്ലാൻ നോക്ക. അയ്യോ, ബോധമില്ലാത്ത ആളായിരുന്നു. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അല്ലേ ബ്രദറെ? സോറി സോറി. അയ്യോ ദാ പോവാ. വാടകയ്ക്ക് താമസിക്കുന്നവരാ. കച്ചറേ. ആ വാതിലും കൊട്ടി അടച്ചു. அண்ணே, தடி சாமானங்கள் எல்லாம் வந்தாச்சு. இன்னைக்கு பணி ஸ்டார்ட் பண்ணலாமல்ல? നിക്ക്, പണി സ്റ്റാർട്ട് പണ്ണാൻ വരട്ടെ. ഇവിടെ ഞങ്ങൾ തന്നെ പണി കിട്ടിരിക്കുക. അതിനൊരു തീരുമാനമാകട്ടെ. മേശരി പോയി കടുപ്പത്തിലൊരു ടീ സാപ്പിട്ട്. ശരിയും. അതെ, അണ്ടി പോയ അണ്ണാമാരെ പോലെ ഇങ്ങനെ മലർന്നു കിടന്നിട്ട് യാതൊരു കാര്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. അതെ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? തീർന്നു, പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇന്നലെ നമുക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി പ്രശ്നമേ ഇല്ല. എന്താണോ നീ അവിടെ പോയിരുന്നോ? അതല്ല, ഞാൻ ഇന്നലെ മുതലേ ആലോചിക്കായിരുന്നു എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഇപ്പോഴാ ഓർമ്മ വന്നത്. ഇനി പ്രശ്നമേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ പറയണം. അതെ, നമ്മൾ ഇന്നലെ ബ്രാൻഡി ഒഴിച്ചു കൊടുത്തില്ലേ? എന്റെ ഒരു മറവി. അതങ്ങനെയല്ല, ബ്രാൻഡിയിൽ തൈരാണ് ഒഴിക്കേണ്ടത്. ഇപ്പോഴാ ഓർമ്മ വന്നത്. ഇനി പ്രശ്നമില്ല. എന്താ പ്രശ്നം? പുതിയ പ്രശ്നങ്ങളൊന്നുമില്ല സാറേ. ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യാം സാറേ. പോവല്ലേ, അവിടെ നിന്നേ. കാലത്ത് ഉണർന്നപ്പോഴാ മക്കള് വന്ന് വിവരം അറിഞ്ഞത്. അതുകൊണ്ട് അവർ ഉണരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. സത്യത്തിൽ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? സംശയിക്കേണ്ട, കംപ്ലീറ്റ് കുഴപ്പമായി. സാർ ഇന്നലെ അടിച്ച് കിണ്ടിയായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോ കോബ്രകൾക്ക് തോന്നിയത് കോബ്രാസിന്റെ സാറിന്റെ മക്കളുടെ കല്യാണാലോചനയാണെന്നാ. പറഞ്ഞു തീരും മുമ്പ് സാറിന്റെ കംപ്ലീറ്റ് ഫീസും പോയി. അതൊന്ന് ക്ലിയർ ആയിട്ട് പറയിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഇത്തിരി ഒറ്റമൂലി അല്ല, ഒരിത്തിരി ബ്രാൻഡി സാറിന്റെ വായിലോട്ട് ഒഴിച്ചപ്പോ സാറിന്റെ മക്കൾ കണ്ടോണ്ടൊന്നു. അതാ പ്രശ്നമായത്. സത്യത്തിൽ എന്താ സാറ് പറഞ്ഞെന്ന് വല്ല ഓർമ്മയുണ്ടാ? ഒരു ക്ലൂ. ശരിയാ, ബോധമില്ലാതെ ഞാൻ ഇന്നലെ അത് പറഞ്ഞത്. സത്യത്തില് ഞാൻ അവരോട് ബോധത്തോടു കൂടി തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണത്.
ആ പിന്നെ എനിക്ക് നിങ്ങളെ ബോധ്യായി, പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം. അതിന് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് കയറി പറ്റണം. അവിടെയാണ് നിങ്ങളുടെ മിടുക്ക്. ആയ് ബെസ്റ്റ് അപ്പൻ. ഇങ്ങനെ ഒരു അമ്മായപ്പന് എവിടെ കിട്ടുമിടോ? മനസ്സിൽ കയറി പറ്റുന്ന കാര്യം വിട് സാറേ. ആ വീട്ടിൽ ഇനി എങ്ങനെ കയറി പറ്റും? പ്രശ്നമാണ്, പക്ഷെ അത് പ്രശ്നമല്ല. ഇന്നലെ രാത്രിയിൽ നടന്ന കഥയ്ക്ക് ഒരു മറുകഥ ഉണ്ടാക്കി മക്കളോട് പറയണം, അവരെ വിശ്വസിപ്പിക്കണം. നിങ്ങൾക്കറിയാവോ, ഞാൻ മുൻ ബോക്സർ മാത്രമല്ല, മുൻ സാഹിത്യകാരൻ കൂടിയാണ്. പണ്ട് ബാലലോകത്തിൽ ഞാൻ കഥ എഴുതിയിട്ടുണ്ട്, പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇനി മക്കളെ പറഞ്ഞ് മനസ്സ് മാറ്റാൻ ഞാനൊരു കഥ ഉണ്ടാക്കും, അതേക്കും എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ നോക്കിയോടാ കുട്ടന്മാരെ. ഇന്നാളാ കുട്ടൂസിന്റെ ആടിനെ പറ്റിച്ചത് എങ്ങനെയായിരുന്നു? ഈ അങ്കിള് തല്ലിപ്പൊളിയാക്കോ? ഓഫ് കോഴ്സ്. വേണ്ട വേണ്ട, പപ്പ ഇനി പുതിയ കള്ളക്കഥകളൊന്നും ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട. ഞങ്ങൾക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ പപ്പ. അതെ പപ്പ, ഞങ്ങള് വരുമ്പോ അവര് ബോധമില്ലാതെ കിടക്കുന്ന പപ്പയുടെ വായില് മദ്യം ഒഴിച്ചു കുടിപ്പിക്കുകയായിരുന്നു. അതെ, പക്ഷെ എന്തിന്? അത് നിങ്ങൾ അന്വേഷിച്ചോ? ആ ഇല്ല, ഞാനിപ്പൊ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അവര് കാരണ. അറിയാവോ? എന്താ പപ്പ, എന്താ ഉണ്ടായത്? പറയാ. ഇന്നലെ കോളേജിൽ പഠിച്ച എന്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിരുന്നു. കോളേജിലോ? പപ്പ എപ്പോഴാ കോളേജിൽ പഠിച്ചത്? ഞാനല്ല, കോളേജിൽ പഠിച്ചിട്ടുള്ള എന്റെ ഒരു സുഹൃത്ത്. എന്താ അയാളുടെ പേര്? പേര് പ്ലാച്ചിമൂട്ടിൽ ശശി. എന്താ? എന്നിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്നവനാ പ്ലാച്ചിമൂട്ടിൽ ശശി. യാത്രക്കിടയിൽ ഏതോ കാട്ടിൽ വെച്ച് ഒരു കാട്ടുമൂപ്പന് അവൻ കുറച്ച് ചാപ്പണം പുകയില കൊടുത്തപ്പോൾ ആ മൂപ്പൻ അവന് തിരിച്ചൊരു സമ്മാനം കൊടുത്തു. പപ്പാ, എന്തോ? ഈ കാട്ടുമൂട്ടിലെ ശശി കാട്ടുമൂട്ടിലോ ആട്ടിൻകൂട്ടിലൊന്നും അല്ല, പ്ലാച്ചിമൂട്ടിൽ ശശി. പ്ലാച്ചിയെങ്കിൽ പ്ലാച്ചി. അയാള് കാട്ടുജാതിക്കാരനാ? മതി, ഞാൻ പറയുന്നില്ല. ഷളി, നീ ഒന്ന് ചുമ്മാതിരിക്ക. പപ്പ പറയൂ. മൂട് പോയെന്നേ. ശരി, ഞാൻ മിണ്ടുന്നില്ല. മൂപ്പൻ ശശിക്ക് കൊടുത്ത സമ്മാനം എന്താണെന്ന് അറിയാവോ? ഒരു കുപ്പി വാറ്റുചാരായം. അവനിവിടെ വന്നപ്പോൾ അതെനിക്ക് തന്നിട്ട് തിരികെ പോയി. കാട്ടിലേക്കാ? അയ്യോ. ശരി പറ. ഇന്നലെ വൈകുന്നേരം നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദാ ഈ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോ എനിക്കെന്തോ ഒരല്പം മദ്യപിക്കണം തോന്നിപ്പോയി. ദാ ആ മേശപ്പുറത്ത് പ്ലാച്ചിമൂട്ടിൽ ശശി തന്ന വാറ്റിയാരായും എന്നെ മാടി വിളിച്ചു. കൂട്ടുകാരൻ തന്നതല്ലേ, നിങ്ങൾ അടുത്തില്ലാത്തതിന്റെ വിഷമവും. ഒരു കവിളി ഞാൻ കുടിച്ചു കഴിഞ്ഞത് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ ശിരകളിൽ വൈദ്യുതി പ്രവാഹം വീണുപോയി ഞാൻ. മോളെ ഞാനീ ഈ പപ്പയോട് ക്ഷമിക്കൂ. പപ്പ മരിച്ചു. ദൈവം അയച്ച 2 മാലാഖമാരെ പോലെ അവർ കൃത്യസമയത്തെത്തി. സാറേ, അയ്യോ, ഇനി വല്ല ബ്ലഡ് ക്യാൻസറോ എന്റെ കോട്ടയത്തെ പുണ്യാളാ. അയ്യോ, ഫോണാണല്ലോ അടിക്കുന്നത്. ഹലോ, ഡോക്ടറാണോ? അല്ലേ? ഞാൻ പ്ലാച്ചിമൂട്ടിൽ ശശിയാണ്. ഞാൻ ജോൺ സാറിന് കൊടുത്ത മദ്യം അത് വിഷമദ്യമായിരുന്നു. അയ്യോ, ഞാനത് ഇപ്പോഴാ അറിയുന്നത്. അത് കഴിക്കരുതെന്ന് പറയണം. വേണ്ട, ചെയ്യില്ലേ? അയ്യോ, എന്റെ ദൈവമേ, നമ്മുടെ ജോൺ സാറിനൊന്നും സംഭവിക്കില്ലേ? എന്താ? ബ്രദറെ, പ്ലാച്ചിമുട്ടി ശശി ഇപ്പൊ വിളിച്ചിരുന്നു. സാറിന് കൊടുത്തത് വിഷമദ്യമാണെന്ന്. എന്റെ ഗീവറീസ് പുണ്യാളാ. സാറിന്റെ മക്കൾ ശേലിക്കും ആനിക്കും ആരാ ഉള്ളത്? വഴിയുണ്ട്. എന്ത് വഴി? ബ്രദറിന്റെ ഈ പണമല്ലോ ഉണ്ട്. 3-4 കോടി കാണും, പക്ഷെ ഒക്കെ ബാങ്കിലാ. ഇന്ന് പക്ഷെ എടുക്കാൻ പറ്റില്ല. ടുഡേസ് ഹോളിഡേ. ഓ, ഇന്ന് ടുഡേ ആണല്ലോ. അതെല്ലോ. വേറെ വഴിയുണ്ട്. സാറ് നോക്കണം, ഒരു കുഴപ്പമുണ്ടായിരുന്നു. കൃത്രിമമായ അന്ധവിശ്വാസം കൊടുത്തോളൂ. ആർട്ടിഫിഷ്യൽ എയർ. ഈശ്വര, വെടിയുണ്ടാണല്ലോ ഏറ്റിരിക്കുന്നത്. അതും മർമ്മസ്ഥാനത്ത് തന്നെ. ഈസ് നാച്ചുറൽ ഡെത്ത്. അയ്യോ, ഇതൊന്നും കൊടുത്തേ. ഗ്ലാസ് എന്തായത്? ഇത് കണ്ടാ മനസ്സിലാവില്ല. ബ്രാൻഡി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേ. അത് ശരി. അപ്പൊ സാറിന് വെള്ളം അടിക്കാത്തതിന്റെ അസുഖമായിരുന്നല്ലേ? നീ അങ്ങോട്ട് കൊടുക്കണേ. വിഷമദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മറുമരുന്ന് ബ്രാൻഡി ആണെന്ന് വൈപ്പിൻ വരുന്ന സമയത്ത് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുള്ളത്. അത് ഭക്ഷണത്തിന് ശേഷം, അത് ഭക്ഷണത്തിന് മുമ്പ്. എന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവരുടെ ഭഗീരഥ പ്രയത്നത്തിനിടയിലാണ് നിങ്ങൾ വന്ന് കയറിയത്. ആരാടോ നിങ്ങള്? ഇതാണ് ഇന്നലെ രാത്രിയിൽ സത്യത്തിൽ സംഭവിച്ചത്. ബെസ്റ്റ് കഥ. എന്താ, നിനക്കെന്നെ വിശ്വാസമായില്ല അല്ലേ? നീ ഒന്ന് ചുമ്മാതിരിക്ക ഷളി. എന്നിട്ട് ഇപ്പൊ പപ്പായ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അയ്യോ, ഇനി പൊട്ടിക്കളി. നീ പൊട്ടക്കഥ വിശ്വസിച്ചോ? വേണ്ട, നീ ഒന്നും പറയണ്ട. അതേ മോളെ, പപ്പ ചെമ്പെടുത്ത് കാണിച്ചാലും അവള് ചങ്കരത്തി പോവാന്നേ പറയൂ. ഓ, എനിക്ക് വല്ലാത്തൊരു വിഷമം. ഒന്ന് കിടക്കണം. പപ്പ, ഇനി ഓവർ ആക്ട് ചെയ്ത് ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കണ്ട. ഞാൻ വിശ്വസിച്ചു പോരെ? പിന്നെ
ഒരു കാര്യം ഉറപ്പായി, പപ്പയുടെ ഈ കോബ്രകൾ അത്രയ്ക്ക് വിഷമുള്ള കൂട്ടത്തിലല്ല. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പപ്പയുടെ ഭാവന ഇത്രയ്ക്ക് അങ്ങോട്ട് പീലി വിടർത്തി ആടില്ലായിരുന്നല്ലോ, അല്ലേ? ചിപ്പോ അപ്പോ പപ്പ പറഞ്ഞതൊക്കെ നുണയാ? കുറച്ച് വേണ്ട. പിണങ്ങാതെ, നീ എന്റെ ചക്കരയല്ലേ. ആ മോളെ, എന്നാ പിന്നെ ഞാൻ അവരെ ഇങ്ങോട്ട് തന്നെ വിളിച്ചോണ്ട് വന്നോട്ടെ, പ്ലീസ്. താങ്ക് യു. സാറുമാരും മറുപടി ഒന്നും പറഞ്ഞില്ല. എന്ത് മറുപടി പറയാൻ? ഞങ്ങളങ്ങൂല്ല. അവളുമാർക്ക് തോന്നുമ്പോ ഇറക്കി വിടാനും തോന്നുമ്പോ തിരിച്ചു വിളിക്കാനും ഞങ്ങൾ അവരെ കളിപ്പുള്ളിയൊന്നുമല്ല, അല്ലേ ബ്രദറെ? പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യ് ബ്രദറെ. ബ്രദറെ, ഇതൊരുമാതിരി കോയിലടിയായി പോട്ടാ. സാറേ അതൊക്കെ വിട്. പോടാ പട്ടി, എന്റെ പല്ലളകി. അതല്ല, ആ പെണ്ണുങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരാ? അതപ്പോ ഭാര്യ ഭർത്താക്കന്മാരായി ആയില്ല, ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ അപ്പൊ ചിലപ്പോ ഇതൊക്കെ ഉണ്ടാവും. അതെ, അതിന്റെ ഒരു റിഹേഴ്സലായിട്ട് ഇത് കൂട്ടിയാ മതി. എന്തായാലും അവര് കരഞ്ഞ് മാപ്പ് പറഞ്ഞ് വിളിച്ച സ്ഥിതിക്ക് മാപ്പ് പറഞ്ഞു ആര്? അല്ല, ഉണ്ടാവുമല്ലോ. ഇല്ലേ നിങ്ങളെ വിളിച്ചുകൊണ്ടുവരാൻ ജോൺ സാർ ഇത്ര ധൈര്യമായിട്ട് പറയൂ? എന്നാ പിന്നെ പോയാലോ ബ്രദറെ? ഹേയ്, വിളിച്ച ഉടനെ ഓടിച്ചെന്നാ ശരിയാവില്ല. വെയിറ്റ് പോവും അല്ലേ? വൈകിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് പോ. ദാ. അയ്യോ, നമ്മള് വെള്ളോടി നിർത്തിയില്ലേ ബ്രദറെ? എന്തിന്? ആർക്ക് വേണ്ടി? നിങ്ങൾ അവിടെ തന്നെ നിൽക്കുവാണോ? ബാ ബ്രദറെ, അനങ്ങണ്ട, സ്റ്റാച്ചു ആയിട്ട് നിന്നാ മതി. അവളുമാരൊന്ന് കാല് പിടിച്ച് മാപ്പ് പറയട്ട. ഹാ, വാ. അവരവിടെ ഒച്ച വെക്കരുത്, അവരുറങ്ങി. നിങ്ങൾ വാ. കുഴപ്പമാവൂ? കുഴപ്പാവോ? ശബ്ദം ഉണ്ടാക്കാതിരുന്നാ മതി. വാ വാ വാ. അതെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല. സാരമില്ല, റൂമിൽ വെള്ളമുണ്ട്, അത് കുടിച്ചിട്ട് കിടന്നു. ചെല്ല ചെല്ലേ. നിക്ക. ഈശോ. മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. കണ്ടാലറിയാം, കുറച്ച് ഗുണ്ടായിസൊക്കെ ഉണ്ടല്ലേ. അടിയോ ഇടിയോ ഉണ്ടാക്കിയിട്ട് പിന്നിങ്ങോട്ട് കയറി വന്നേക്കരുത്. ഓ, അങ്ങനെ എന്തേലും ഉണ്ടായെന്ന് അറിഞ്ഞാ ആ നിമിഷം ഇവിടെ ഇറക്കി വിടും. പറഞ്ഞേക്കാം. ചെല്ലേ. ഓ, ഗുഡ് നൈറ്റ്. എന്ത് ഇത്? ജയില? വെള്ളം അടിക്കാൻ പാടില്ല, വീട് വലിക്കാൻ പാടില്ല. എനിക്കിടെ പ്രാന്ത് കറികളുണ്ടല്ലോ. ഒന്നുമില്ല ബ്രദറെ, ഒക്കെ ശരിയാവും. കുടിക്കും. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റർ താനെ ശരിയായിക്കോളും. എന്ത് കല്യാണം? പള്ളി പറഞ്ഞാ മതി. എനിക്ക് വേണ്ടവളെ ഭദ്രകാളി. ബ്രദറിന് കറക്റ്റ് മാച്ചാ. ബ്രദർ കെട്ടിക്കോളെ. അയ്യേ, ബ്രദർ എന്തായി പറയുന്നത്? അത് ബ്രദർ കെട്ടാൻ പോണ പെണ്ണ. ഞാൻ ആ കുട്ടിയെ സിസ്റ്ററായിട്ട് കണ്ടുപോയി. ബ്രദർ വെള്ളം കുടിക്കും. അല്ല, ബ്രദർ വെള്ളം കുടിക്കും. മാത്രമല്ല, അത് ബ്രദറിന് പറ്റിയ പെണ്ണ് തന്നെയാ. ബ്രദറിനെ ഒന്ന് വഴക്ക് പറയാനോ ഒന്ന് പേടിപ്പിച്ച് നിർത്താനൊക്കെ അവള് തന്നെ വേണം. പിന്നെ പേടിപ്പിക്കാനെങ്കിൽ വരട്ടെ. എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ല. ചവിട്ടിയെടുത്ത് പുറത്തിടില്ല. എന്താ? അപ്പ ഉറങ്ങിയോ? അല്ല, ആരെയോ ചവിട്ടി പുറത്തിടുമെന്ന് പറയുന്നത് കേട്ടല്ലോ. എന്നെയാണോ? കാല് തുടക്കാൻ ഒരു ചവിട്ടിയെടുത്ത് പുറത്തിടുമെന്ന് പറയായിരുന്നു ബ്രദറിനോട്. മുട്ടി മുഴുവൻ പൊറിയാകുമേ. ബ്രദറെ, മുറി മുഴുവൻ പൊറി. മുറി മുഴുവൻ പൊടിയാകുമേ. ആ ശരി, നിങ്ങൾ കഴിച്ചതാണോ? ഒരു ചെറുത്. അതല്ല, ഭക്ഷണം കഴിച്ചതാണോന്ന്. അതെ, ഒരു ചെറുതായിട്ടൊരു ഭക്ഷണം കഴിച്ചു. സത്യം പറ, കഴിച്ചോ? ചൈനീസ് ഫുഡ് കഴില്ല ബ്രദറെ. ശരി ശരി, താഴേക്ക് വാ. അയ്യയ്യയ്യയ്യയ്യ, എന്താ ബ്രദറെ ഇത്? നാണക്കേട്. എന്ത് കണക്കേട്? വിശന്നിട്ട് കണ്ണു കള്ളുക. ബ്രദർ വന്നില്ലേ? ഞാനങ്ങ് വരുന്നു. കഴിക്കണല്ലേ? ഞാൻ പോവാ. ബ്രദർ നല്ല കോഴിയിറച്ചിയുടെ പണം. ബ്രദറേ, താങ്ക് യു മാഡം. കറികളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ചോറുകളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അതിന് കഴിച്ചില്ലല്ലോ. അല്ല, കണ്ടാലറിയാലോ അല്ലോ അല്ലേ? അതെ, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ ആക്രാന്തം. മതി മതി മതിയെങ്കിൽ സാറേ എഴുന്നേറ്റോ. പൊക്കെ. അവന്റെ ഒരു കോമഡി. നിങ്ങൾ ബ്രദേഴ്സ് ട്വിൻസ് ആണോ? അല്ല, ക്രിസ്ത്യൻസാ.
സത്യം അതല്ലടോ, നിങ്ങൾ ഇരട്ടകളാണോന്ന്. അതെ. പിന്നെന്താ ഒരാൾ മാത്രം കറുത്തുപോയത്? ഏയ് അങ്ങനെയൊന്നുമില്ല. അതെ, പ്രസവിച്ചപ്പോ എന്നെ അമ്മ കൃത്യസമയത്ത് തന്നെ പ്രസവിച്ചു. ബ്രദറിനെ പ്രസവിക്കാൻ കുറച്ചു വൈകി. അപ്പൊ അത്രയും സമയം കൂടെ ഗർഭപാത്രത്തിനകത്ത് കിടന്ന് ബ്രദർ മുരിഞ്ഞ് സ്വല്പം കരിഞ്ഞുപോയി. എന്റെ ഓരോ തമാശനെ. വലിയ തമാശക്കാരനാണല്ലേ? കൂടുതൽ പരിചയപ്പെടുമ്പോ അറിയാം, എന്നോട് സംസാരിച്ചാ ചിരിച്ചിരി ചാകും. അതെ, ചാകാൻ നടക്കുന്ന പലരും ബ്രദറിനെ പരിചയപ്പെടാൻ വേണ്ടി വരാറുണ്ട്. നന്നായി. ഒരാളുടെയും കുറവ് പറഞ്ഞ് മിടുക്കനാവരുത്. അതിനാര് കുറവ് പറഞ്ഞു? കറുപ്പിത്തിരി കൂടുതലാണെന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലേ? ദേ, ചുമ്മാ തമാശ പറഞ്ഞു കേട്ടോ. നിങ്ങളെ രണ്ടുപേരെയും കണ്ട ബ്രദേഴ്സ് ആണെന്ന് തോന്നുന്നില്ല, ഇരട്ടകളാണെന്ന് പ്രത്യേകിച്ചും. രണ്ടപ്പനുണ്ടായ പോലെ അല്ലേ? അയ്യോ, എന്നല്ല ഞാൻ പറഞ്ഞത്. ബ്രദർ കഴിക്കുന്നില്ലേ? വേണ്ട, വയറിറങ്ങു. താനും മതിയാക്കിയോ? മതി. സാരമില്ല, നിങ്ങൾ കഴിക്കും. താൻ ഇവിടെ കിടക്കുമായിരുന്നു. മറ്റേയാളെവിടെ? ബ്രദർ കിടന്നു. അയാൾക്ക് വിഷമായില്ലേ? ഏയ്, അതൊന്നും സാരമില്ല. ബ്രദർ ഇന്ന് കേട്ട് കേട്ട് ശീലമായിപ്പോയി. കോലാലംപൂരിൽ ഏതൊരു ആശുപത്രിയിലാണ് ഞങ്ങൾ ജനിച്ചത്. അന്ന് ആശുപത്രിയിലാണെന്ന് ഏതൊരു ആക്രമണത്തിലും പൊട്ടിത്തെറിയിലും പപ്പയും അമ്മയും മരിച്ചു. പിന്നീട് അങ്കിളും ആൻറ്റിയും ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവന്നു, കോട്ടയത്തേക്ക്. അന്നത്തെ ആ ബഹളത്തിൽ ഒരു കുഞ്ഞ് മാറിപ്പോയിന്ന ആൻറ്റിയുടെ അങ്കിളിനെയും തോന്നൽ. സാമ്യമില്ലാത്ത ഇരട്ടകൾ ഉണ്ടാവുമെന്ന് പലരും പറഞ്ഞിട്ടും അവർക്ക് അംഗീകരിക്കാനായില്ല. അതിൻ്റെ അവഹേളനവും ഒറ്റപ്പെടുത്തലും ഒത്തിരി അനുഭവിച്ചതാ ബ്രദർ. എല്ലാവർക്കും അവൻ അന്യനായിരുന്നു, അധികപ്പെട്ടായിരുന്നു. മോനെ, രണ്ട് കൈയും തോളത്തിട്. വെരി ഗുഡ് ബ്രദറേ, വാ. ഓക്കെ. ഞങ്ങളുടെ ഒരു ഫോട്ടോ. അത് ഓക്കെ ആയിരുന്നു. സാറേ, നാടകത്തിൽ ലവകുശന്മാരായിട്ട് അഭിനയിക്കുന്ന ഇരട്ടകളാണെന്ന് പറഞ്ഞില്ലേ? ദേ ഇവരെ ഇരട്ടകളാ. ഇരട്ടകളാണെന്ന് ഒരേപോലെ ഇരിക്കുന്നു. ഇരട്ടകളാണ്, ഇങ്ങനെ തന്നെ വേണം. എടാ, ശരിക്കും നിങ്ങൾ ഒരു തന്തയ്ക്ക് ഉണ്ടായി തന്നെയാണ്. എനിക്ക് സങ്കടമാകുന്നതും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാവുന്നതുമാണ് ബ്രദറിന് സഹിക്കാത്തത്. ബ്രദർ അന്നും ഇന്നും വിശ്വസിക്കുന്നുണ്ട് ബ്രദർ എൻ്റെ സ്വന്തം ബ്രദറല്ല. ബ്രദർ എനിക്കൊരു ബാധ്യതയാണ്. ബ്രദറെ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ബ്രദർ എങ്ങോട്ടാ? ഞാൻ പോവാ. ശരിക്കും നിന്റെ ബ്രദറിനെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുതരും. വേണ്ട, നീയാ എൻ്റെ ബ്രദർ, നീ മാത്രം. വാ, തിരിച്ചു പോവാ. വേണ്ട, ഞാനില്ല അങ്ങോട്ട്. എന്നാ ഞാനും വരാം. ബ്രദറിൻ്റെ കൂടെ ഞാനും ഉണ്ട്, ബ്രദർ എവിടെ പോയാലും. പക്ഷെ ബ്രദറിന്റെ തീരുമാനം ഉറച്ചതാ. എന്തെങ്കിലും എൻ്റെ ഇരട്ട സഹോദരനെ കണ്ടെത്തുകയാണെങ്കിൽ അന്ന് എനിക്കൊരിക്കലും ഒരു ബാധ്യത ആവാതെ എന്നേക്കുമായി എന്നെ വിട്ടു പോകും. പക്ഷേ ബ്രദറില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു നിമിഷം പോലും.
സോറി. എന്തിന്? ഞാൻ ചുമ്മാ. അവൾക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതാ അവള് എന്നെ ഒന്നും അറിഞ്ഞിട്ട് പറഞ്ഞതല്ല അവള്. ഇപ്പൊ ബ്രദർ പറഞ്ഞപ്പോഴാ. ഹേയ്, അത് സാരില്ല. ഞാനത് കേൾക്കേണ്ടവനാ. ഞാൻ ആരുമില്ലാത്തവനല്ലേ. പക്ഷെ ബ്രദറിനെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് നാട്ടില്, ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ. അതൊക്കെ ഉപേക്ഷിച്ചിട്ടാ എൻ്റെ കൂടെ. എനിക്കുറപ്പുണ്ട് ബ്രദറിന് ശരിക്കും ഒരു ബ്രദറുണ്ട്. ഞാൻ കണ്ടുപിടിക്കും. ദൈവം എനിക്ക് കാണിച്ചു തരും. ഇതിപ്പോ ഞാൻ കാരണം ബ്രദർ നാണക്കെടുക എല്ലായിടത്തും. ഇത്രയും സ്നേഹമുള്ളൊരു സഹോദരനെ കിട്ടിയത് ഭാഗ്യല്ലേ? എല്ലാം നല്ലതിനാന്ന് കരുതിക്കൂടെ? ജനിച്ച സമയത്ത് കുഞ്ഞു മാറിപ്പോയതിന്റെ വേദന അതൊന്നും വേറെയാ. ഒന്ന് വേറെ ആയോണ്ടല്ലേ മാറിപ്പോയെന്ന് പറയുന്നത്. അതെ, നിനക്കറിയോ, ഞാൻ പ്രസവിക്കുമ്പോ. നീ പ്രസവിച്ച? ഞാനല്ല, ഞാനെന്ന് പറയുന്ന എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ഈ മുഖത്തുനിന്ന് ചോര എങ്ങനെ തൊട്ടെടുക്കാൻ. ചൊറയുണ്ടായിരുന്നു? അതല്ല, നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിരുന്നു. എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ നേഴ്സ് കോഴ വാങ്ങി എന്നെ ഏതോ കാശുകാരന് കൊടുത്ത് പകരം അയാളുടെ കരിഞ്ഞുണങ്ങിയ കൊച്ചിനെ എന്റെ അമ്മയുടെ അടുത്ത് കിടത്തി. ആ കരിഞ്ഞുണങ്ങിയ കൊച്ചാണ് ഈ ഇരിക്കടത്തെ. ശരിക്കുള്ള ഞാൻ എവിടെയോ ആ കോടീശ്വരന്റെ വീട്ടിൽ നല്ല തുടുത്തല്ല സുന്ദര കുട്ടപ്പനായിട്ട് കഴിയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ? ഈ ഇരിക്കണം ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. എടാ ഇങ്ങനെ കുടിക്കല്ലേ, നിന്റെ ചങ്ക് വാടി പോവും. വാടട്ടെ, എനിക്കെന്താ, എന്റെ ചങ്കല്ലല്ലോ, ആ കരിഞ്ഞുണങ്ങിയ തെണ്ടിയുടെ ചങ്കല്ലേ. ചാകട്ടെ, ഈ ചതിയ ചാകട്ടെ. ഞാൻ ഏതോ കോടീശ്വരന്റെ വീട്ടില് നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് നല്ല അടിപൊളി ഭാര്യയായിട്ട് നല്ല പാലും പോൽവിറ്റൊക്കെ കുടിച്ചിരിക്കും. അതേ കരിസാറേ, എന്താ ഉദ്ദേശം? അതെ രായ സാറേ, എന്തെങ്കിലും ഒന്ന് പറ. കുറെ നേരം സൈക്കിളോട്ടം തുടങ്ങിയിട്ട് എവിടെയൊക്കെ ഇത്ര അത്യാവശ്യമായിട്ട്? നിർത്തിയൊന്ന് നിർത്താൻ. എന്താടാ? എന്താ? ഒന്നുമില്ല, പറഞ്ഞ പോലെ രസമായിട്ട് തോന്നി. ചൂടാ ചൂട്. ഞാൻ പറയാം സാറേ, അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നം? പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോൾവ് ആയില്ലേ? നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്തു പറയാൻ? ഏയ്, അതൊന്നും ശരിയാവില്ലടാ. ഇത് അവരുടെ ഇവരുടെ ഇടയിൽ കിടന്ന് നമ്മൾ കോമാളികളാവാന്നല്ലാതെ. മതി മതി. അപ്പൊ ഇനി അങ്ങോട്ട് പോകണ്ടേ? എന്തിന്? ആരെ കാണാൻ? ബ്രദറെ, നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, ഈ കുടുംബവും കുട്ടികളും ഒന്നും. മാത്രമല്ല, നമ്മൾ അവർക്കൊട്ട് ചേരുവില്ല. അവര് വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരല്ലേ. മതി, നമുക്കൊന്നും വേണ്ട. നമുക്കിവിടുന്ന് പോവാം. ഇവിടെ എങ്ങോട്ടാ പോകുന്നത്? കോളേജിലേക്കോ സ്കൂളിലേക്കോ? എന്താ? അല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് പോകുന്നെന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ശരി, അതെന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ കാര്യം. പക്ഷെ ഈ വാടകയ്ക്ക് താമസിക്കുന്നവര് വീട് മാറിപ്പോകുമ്പോ ചില മര്യാദകളൊക്കെ ഉണ്ട്. ചുരുങ്ങിയ പക്ഷം അത്രയും കാലം താമസിച്ചതിന്റെ വാടകയെങ്കിലും തരണം. ഞങ്ങൾ ആ വാടക പിരിക്കാൻ വേണ്ടി വന്നതാ. അല്ല, അത് രണ്ടുപേരും തനി തനി തരണം. എന്തേ, കാശില്ലേ? ഇല്ല, ഉണ്ട് ബ്രദറെ. വാ, വാങ്ങിക്ക. അത് ശരി, വീട്ടുടമസ്ഥന് ഇവിടെ ജീവനോടെ നിൽക്കുമ്പോ വാടക മേടിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഏതായാലും വാങ്ങിച്ചു പോയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യും. നീ ഈ വാടക ഈ മുതലാളിക്ക് കൊടുക്ക്, നീ ഇത് ഈ മുതലാളിക്ക്. എന്താ രണ്ടുപേരിങ്ങനെ നോക്കി നിൽക്കണേ? വീട്ടുടമസ്ഥന്മാർ ഇതങ്ങ് വാങ്ങിച്ചേ.
ഞാനെല്ലാം പറഞ്ഞടോ ഇവരോട്. നിങ്ങൾ വീട് വാങ്ങിയതും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹമൊക്കെ ഇവർക്കും ഇത് സന്തോഷാടോ. നീ ഇവിടെ നിൽക്കണോ? പോയി ആ വെടിയുടെ കാര്യം എന്താ നോക്കാം. ഇപ്പഴാ പടക്കത്തിന്റെ കാര്യം അല്ലേ? ആ മിനിസ്റ്റർ വന്നു. ഈ ആശുപത്രിയോടനുബന്ധിച്ച് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സെന്റർ അടുത്ത ഞായറാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന സന്തോഷ വാർത്ത ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. അത് ഏറ്റെടുത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നവർ തികച്ചും ഉദ്ദേശശുദ്ധിയോടെ മാന്യമായ രീതിയിൽ അത് നടത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ആ മാന്യ വ്യക്തികളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പ്ലീസ്. ഈ ശുഭദിനത്തിൽ വ്യക്തിപരമായ എന്റെ വലിയൊരു സന്തോഷം കൂടി നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. ഇവര് എന്റെ മരുമക്കളാകാൻ പോവുകയാണ്. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് പന്നീർസെൽവം അവരുടെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു സെക്കൻഡ്, ആശംസയും നന്ദിയൊക്കെ പറയാൻ വരട്ടെ. ഈ ഫിസിക്കൽ സെന്റർ മറ്റും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തൊക്കെ അവിടെ നടന്നിരുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇതൊന്നും ഇനി ഉണ്ടാകില്ലായിരിക്കാം ജോൺ സാർ നടത്തിയ. ഇതിപ്പോ എവിടുന്നോ വന്ന രണ്ടുപേര്. ഏതായാലും അവരെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം. സുഹൃത്തെ, ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാ ഇവരിത് ഭംഗിയായിട്ട് നടത്തും, എനിക്ക് ഉറപ്പാ. എന്തുറപ്പ്? എന്തന്വേഷിച്ചു എന്നാ സാർ പറയുന്നേ? ഇപ്പോ മക്കളെ അവർക്ക് കെട്ടിച്ചു കൊടുക്കാൻ പോവാന്ന് സാറ് പ്രഖ്യാപിച്ചല്ലോ. എന്തന്വേഷിച്ചിട്ടാ? അതേടോ, നല്ലവണ്ണം അന്വേഷിച്ചിട്ട് തന്നെയാ. ശരി, ഇത് ഈ മാന്യന്മാരുടെ രണ്ടാം കെട്ടാണെന്ന് സാറിന് അറിയോ? ചെറ്റത്രം പറഞ്ഞാണ്ടല്ലോ. അതെ, ചെറ്റത്രം തന്നെയാ. ഒന്ന് കെട്ടി അവിടുന്ന് കിട്ടാവുന്നതെല്ലാം കെട്ടി അവിടുന്ന് മുങ്ങി വേറൊരു നാട്ടിൽ ചെന്ന് പിന്നെയും കെട്ടുകയെന്ന് പറഞ്ഞാൽ ചെറ്റത്രം തന്നെയാ. ഞങ്ങളുടെ സാറന്മാരെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. കോതമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ കഴിഞ്ഞ നവംബർ 2-ാം തീയതി ഇവന്മാരുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ സർട്ടിഫിക്കറ്റാ ഇത്. ഇനി പറയൂ സാറേ, സാറിന്റെ അറിവും അന്വേഷണം എങ്ങനെയുണ്ട്? മക്കളെ, എന്താടാ ഇത്? ചതിയാ, ഇത് ചതിയാ. അതെ, ചതിയാ. ജീവപര്യന്തം ഉള്ളിൽ കിടക്കേണ്ട അത്രയും വലിയ ചതി. ജഡ്ജും പോലീസും ഒക്കെ ഉണ്ടല്ലോ, അവർ പറയട്ടെ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും കൃത്രിമമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇവനൊക്കെ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. ശരിയാ, ഇതൊക്കെ തട്ടിപ്പാ, ഫേക്ക്, ക്രിയേറ്റഡ്. വിട്ടുകളാ. നീ അവരെ ഇനി ഉണ്ടെന്ന്. ഹലോ, ഇനി പറ, ഇതും തട്ടിപ്പാണോ? എന്താണോ കോബ്രകളെ, അണ്ണാക്കി പിരി വെട്ടിപ്പോയോ? പിടിച്ചകത്താക്ക സാറേ. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല സാറേ, ഇവരെന്ത് പറയാൻ? പറയാനുണ്ട് സാറേ. ഇവരെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിച്ചു എന്നുള്ളത് സത്യം. പിന്നീട് ആ കല്യാണം പള്ളിയിൽ വെച്ച് മുടങ്ങിയപ്പോൾ നാണം കെട്ട് ഒക്കെ അവസാനിപ്പിച്ച് പോന്നതാ ഇങ്ങോട്ട്. പക്ഷേ അറിയില്ലായിരുന്നു അന്നത് അവിടെ അവസാനിച്ചില്ല. ഇവരിപ്പോഴും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന്. തെറ്റായിപ്പോയി, അറിവില്ലായ്മ കൊണ്ടാ. ഒരുപാട് പേരെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, ഓർക്കണം. അതെ, അങ്ങനെ മാപ്പ് പറഞ്ഞ് ഒഴിവാകാൻ നോക്കണ്ട. ഇവരുടെ കാര്യം എന്ത് ചെയ്യുമെന്ന് പറ.
എന്ത് ചെയ്യാൻ? കെട്ടണം. ഇവരെ ഇവിടെ വെച്ച് പരസ്യമായിട്ട് കെട്ടണം. ബ്രദറെ, ചോദിക്ക. ഇപ്പോ എന്ത് ചെയ്താലും തെറ്റാവുന്നറിയാം. നിങ്ങള് വിവരം പഠിപ്പിക്കുള്ളവരല്ലേ? പറയ്, എന്താ ഞങ്ങളിപ്പോ ചെയ്യേണ്ടത്? ആരെയാ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? ആരെ സ്വീകരിച്ചാലും അത് ശരിയാണ്. പക്ഷെ അവരാണ് വലിയ ശരി. അതെ, മതി മതി, അഭിനയങ്ങളെയൊക്കെ മതി. ആ മുടി നീട്ടി വളർത്തി പുള്ളിക്കാരൻ കുറെ കാശ് തരാം, ചുമ്മാ ഇവിടം വരെ വന്ന് ഒന്ന് നിന്ന് തന്നാ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നേ. അല്ലാതെ ഈ മാലയിടൽ പരിപാടി ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് നടക്കുകയല്ല. ഉള്ളത് പറയാലോ ചേട്ടന്മാരെ, ഇവരിപ്പം ഞങ്ങളുടെ ഭാര്യമാരാ. ഇതിപ്പോ ഇങ്ങനെ ഒരു ബന്ധം തകർക്കുന്ന കാര്യത്തിലൊന്നും ഞങ്ങളില്ല. പണി